Excited about today? Yes. Where are you all going? I don't know. School is closed. What do you think about? Very good. Very happy. Finally, some peace. You didn't even have exams. What was But taking your then peace away? School, we have to wake up and say, fine. I don't need to study now. That's true. Hi Amera, are you happy that the school is closed? Yeah. Malayalam Hindi. Malayalam Hindi. Malayalam Hindi. You're happy that Malayalam and Hindi is not there anymore Yes. to learn. Yes. Okay, Risha. Bye. Bye. We'll see you during the dinner. Bye. See you later. Hey guys, welcome back to my channel Living It with Shugari. അപ്പോൾ നമ്മളുടെ സമ്മർ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസം നല്ല തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രമാണിച്ച് ഓരോ ദിവസം നമുക്ക് ഓരോ ഗെറ്റ് ടുഗെദർ ചെറിയ ഗ്യാതറിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിലെ നമ്മളുടെ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫെസ്റ്റിയുടെ വീട്ടിൽ നമ്മൾക്കൊരു ചെറിയൊരു ഗ്യാതറിംഗ് ഉണ്ട്. അപ്പോൾ പണ്ടത്തെ എൻ്റെ ഒരു വ്ളോഗിൽ അവരുടെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് വീടൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയില്ല, തിരക്കായിരുന്നു അന്ന്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വീടൊക്കെ കാണാം, ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാം. കുട്ടികൾക്ക് ഇവിടെ കളിക്കാനൊക്കെ നല്ലൊരു പ്ലേ ഏരിയ ഉണ്ട്. ഹലോ വന്നോ എല്ലാവരും? ഞങ്ങൾ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഫെസ്റ്റി, മീനു, അതുപോലെ ഫെമിയാണ്. ഫെസ്റ്റിയുടെ മോൻ ജോർജി ഇഹിത്തിൻ്റെയും മാരയുടെയും കൂടെ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ കിൻഡറാർക്ക് തൊട്ടേ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഇത് ഫെസ്റ്റിയുടെ വീടാണ്. ഇത് സ്കൈലൈൻ റാഞ്ച് എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തുറയുള്ളൊരു വില്ല പ്രൊജക്റ്റാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോംസ് ഉള്ള നേരത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അധികം വെയിലും ചൂടൊന്നും ഇല്ല, കുട്ടികൾക്ക് കളിക്കാനും നല്ല രസമായിരിക്കും. ഹായ് മീനു, ഫെമി, ഫെസ്റ്റി. അപ്പോൾ ഫെസ്റ്റിയുടെ ബ്യൂട്ടിഫുൾ വീട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേക്കുവാണ്. ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു ലഷ് ഗ്രീൻ സറൗണ്ടിങ്സ് തന്നെയാണ്. ചെറിയ ഇൻട്രൊഡക്ഷൻ. ഞങ്ങളെല്ലാവരും അമ്മമാരുടെ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ, അമ്മമാരുടെ അല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളുടെ സമ്മർ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഒന്നിച്ച് നമ്മുടെ ചോയ്സിൽ തന്നെ ടീച്ചറാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി എക്സ്ട്രാ ബഹുമാനമൊക്കെ ഉണ്ട്. അതെ. ഫെമി റയൻ്റെ മദറാണ്. അതുപോലെ ഇഹിത്തിൻ്റെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ, റയൻ, ഐസക്. രസമുണ്ടല്ലോ ഇവിടെ ഗ്രീൻ. ലിവിംഗ് റൂം. അപ്പോൾ ഒരു ടൂർ തന്നെ, ഹോം ടൂർ. യെസ് പ്ലീസ്. അതെ, ഇത് ലിവിംഗ് റൂം. ഇത് ഇങ്ങനെ ആയിരിക്കും, ഫോർമൽ ലിവിങ്, ഫാമിലി ലിവിങ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിവിടുത്തെ ഗസ്റ്റ് റൂമാണ്. എല്ലാ റൂംസും നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ശരിക്കുള്ള
തോന്നുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടാണ് എനിക്കിവിടെ തോന്നിയത്. ഇതെന്താ ഇവിടെ 2 മിററുള്ളത്? എന്തെങ്കിലും പ്രെയർ ഏരിയ. അതുപോലെ തന്നെ ഇവിടെ ചെയ്തേക്കുന്ന മിക്ക പെയിൻറ്റിങ്സും ഈ വില്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ചെയ്തു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര എന്താ പറയുക, അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തേക്കുന്ന പെയിൻറ്റിങ്സ് ഒക്കെയാണ്. ഞങ്ങളല്ല, ഇത് ഗസ്റ്റ് റൂം ആണെന്ന് തോന്നുന്നു, മറ്റത് അതാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഫെസ്റ്റിയുടെ ഡിസൈനാണ്, സ്വന്തം ഡിസൈനാണോ? അന്ന് ഞാൻ ഡിസൈനറിനെ കണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കുറേ ഐഡിയാസ് കൊടുത്തോ? ആണോ? ആണോ? ഫേർണിച്ചറൊക്കെ കസ്റ്റമൈസ്ഡ് അല്ലേ? എല്ലാം അങ്ങനെയാ? ഫ്രണ്ടിലത്തെ എല്ലാം എത്ര നാളെടുത്തു കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ഇവിടെ നിന്ന് ഇങ്ങനെ പാറ്റിയോയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും ഒരു എക്സിറ്റ് ഉണ്ട്. അതുപോലെ ദേ കുട്ടികളുടെ ഫോട്ടോസൊക്കെ, പോർട്രേറ്റ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ജോർജി, ഇത് ജോർജിയുടെ സിസ്റ്റർ ആന. the best part ഇത് ഉണ്ടാക്കിയതാണോ? ഇത് കൊറിയൻ ബണ്ണാണോ? അല്ലേ? ഇതാര് ചെയ്തേ? ഇപ്പം എല്ലാവരും കൊറിയൻ ബൺ ഇങ്ങനെ കുറേ ഹോം ബേക്കേഴ്സിൻ്റെ ഇതിനകത്തൊക്കെ എടുക്കാം. ഇതെന്തായിരുന്നു? സ്പ്രിംഗ് റോൾ. ദേ വരുന്നു. സമോസ, നഗറ്റ്സ് ആണ്. ആൻഡ് കേക്ക്സ്. വെരി നൈസ്. ഈ വീടിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയ ഇവിടുത്തെ പാറ്റിയോ ആണ് കേട്ടോ. പുറത്തേക്കുള്ള ആ ഒരു ഗാർഡൻ സ്പേസ് ആണ്. നല്ല വലിയ സ്പേസ് ആണ് കേട്ടോ. സാധാരണ വില്ലാസിലൊക്കെ, ഞാൻ കണ്ടിട്ടുള്ള വില്ലാസിലൊക്കെ അത്യാവശ്യം കൺജസ്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഔട്ട്ഡോർ ഏരിയ തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നല്ലൊരു പാറ്റിയോ സ്പേസ് ഉണ്ട്. ഇവിടെ ശരിക്കും ഒരു ചെറിയ പാർട്ടി വരെ നടത്താൻ പറ്റുന്ന അത്രയും സ്പേഷ്യസ് അല്ലേ? ചെറിയ ഫങ്ഷനൊക്കെ സെറ്റ് ചെയ്യാം, ചൂടില്ലെങ്കിൽ. ഈവനിങ് ഇപ്പം ഈവനിങ്ങും ചൂടാ. ഫെമി എംപുരാൻ കാണാൻ പോവാ. ഭയങ്കര എക്സ്പെക്ടേഷൻ ആണോ ഫെമി? അതെ അതെ, എംപുരാൻ കാണാൻ പോകുന്നുണ്ട്. ഇത് ബാർ കൗണ്ടർ ആട്ടോ. യെസ്, ഇതിവിടെ ഇങ്ങനെ ഒരു പൗഡർ റൂമുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ റൈറ്റിലേക്ക് വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ. ശരിക്കും ഇവരുടെ ഈ കിച്ചൺ ഭയങ്കര പ്രാക്ടിക്കലി നല്ല ഒരു ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ലൈക്ക് ഒരു സെപ്പറേറ്റ് ഒരു പാൻട്രി ഏരിയ പോലെ, പാൻട്രി ഏരിയ മാത്രമല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ശരിക്കുള്ള കിച്ചൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ഏരിയ ഉണ്ട്. അത് കൂടാതെ മെയ്ഡ്സ് റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല വലിയ ഒരു ഫങ്ഷണൽ കിച്ചണാണ് ഇവിടെ ഉള്ളത്. These are the friends. Can you introduce yourselves? Isaac. Ryan. മോൻ്റെ പേരെന്താ? ജോർജി.
ആ ഫാൻ. Going out, but you have to be careful, okay? ദേ ഒരാളും കൂടി ഉണ്ട്. ബ്രോ വെയിറ്റ് ഫോർ ജോർജി. ബോൾ നോ മോനെ. ഓ ഇതൊക്കെ നല്ല പെയിന്റിങ്സ് അല്ലേ. മുകളിലത്തെ ലിവിങ്ങും അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ഇവിടെയും ഇങ്ങനെ ഒരു ഫോട്ടോ വാളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് ഏരിയ ഒക്കെ ഇങ്ങനെ ഡബിൾ ഹൈറ്റിലാണ്. സോ ഇവിടെ നല്ല ഭംഗിയാട്ടോ. അതുപോലെ ഈ പോൾസ്ട്രിയും കാര്യങ്ങളൊക്കെ ആ ഒരു കോമ്പിനേഷൻ, ഒരു ബേജ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ ഭയങ്കര ക്ലാസി ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് ജോർജിയുടെ റൂമാണോ? ആ ഇത് അന്നയുടെ. ആ ഇത് ചേച്ചിയുടെ പെയിന്റിംഗ് ആണോ? ഇതുപോലെ ഇത് മതിയായിരുന്നല്ലോ. അതിൽ നിന്നും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വില്ലയിലെ ഏറ്റവും വലിയ ബെഡ്റൂമാണ് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ ഇങ്ങനെ നല്ലൊരു എന്താ പറയുക, ഒരു വുഡൻ ഇങ്ങനെ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ഏരിയ. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു നല്ല വലിയൊരു ബാൽക്കണി ഉണ്ട്. ഭയങ്കര രസമായിട്ട് ചെയ്തേക്കുന്നത്. വലിയ ബാൽക്കണി അത്, വെരി നൈസ്. സൂപ്പർ ടീ അല്ലേ? പോഴ്സലിനാണെന്ന് തോന്നുന്നു. നൈസ് ഹോം ഫെസ്റ്റി. ഈ വീട്ടിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഹോം തിയേറ്ററാണ് കേട്ടോ. നല്ല സൗണ്ട് എഫക്ട്സും അതുപോലെ എന്താ പറയുക, ഏറ്റവും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തേക്കുന്ന ഒരു ഹോം തിയേറ്ററാണ്. 하지만 우리가 싸움에 끼어들었다가 우리 중에 4명이 죽거나 다치기라도 하면 계획이 다 틀어질 겁니다. ഓ നൈസ്, റിയലി നൈസ്. ഇവിടെയും അതുപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ട് ഫേസിങ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണിയാണ്. ഇവിടെ നല്ലതായിട്ട് ഒരു ഗ്രീൻ എലമെൻ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു രാവിലെയൊക്കെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇവിടുന്ന്. ശരിക്കും ഭയങ്കര വലിയ ബാൽക്കണി. എല്ലാവർക്കും ഈ വീടിൻ്റെ ഹോം ടൂറും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഈവനിങ്ങും ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വ്ളോഗ് അവസാനിച്ചിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്.
ഇപ്പം കുറേ ലേറ്റായി കേട്ടോ. ഇപ്പം രാത്രി ആയത് കാരണം ഞങ്ങൾ ഇറങ്ങുവാണ്. പിന്നെ ഇനി എന്താ പറയുക, ഇനി കമ്മിങ് ഡേയ്സിലും ഇതുപോലെ നമുക്ക് കുഞ്ഞ് ബിക്കോസ് വെക്കേഷൻ അല്ലേ. അപ്പോൾ വെക്കേഷന് എല്ലാവരും നാട്ടിലൊക്കെ പോകുന്നതിന്, അവരവരുടെ നാട്ടിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ചെറിയ ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് എന്താ പറയുക, വീടിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെ കുറേ പരിപാടികളുള്ളൊരു സമയമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ വെക്കേഷൻ പ്ലാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. Did you have a good evening today? അന്ന ചേച്ചി എന്ത് പഠിപ്പിച്ചു? പെയിന്റിങ് പഠിപ്പിച്ചോ? ഷെയ്ഡിങ്. എന്നിട്ട് ക്യാൻവസ്. She has a lot of canvas that she created. She showed me that. ഓക്കെ. ഇതിപ്പോൾ ഞാനും ഇമോവും കൂടി ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ലുലുമോളിൽ വന്നതാണ്. ഇപ്പോൾ കുറേ പുതിയ കളക്ഷനൊക്കെ ഇവിടെ എല്ലായിടത്തും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു ചെറിയ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് എല്ലാം ഇപ്പോഴേ സെറ്റാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ പറയുക, ഇവിടെ പെരുന്നാളൊക്കെ ആയത് കാരണം നല്ല തിരക്കാണ് കേട്ടോ. ലുലുമോളിലൊക്കെ കയറാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. പെരുന്നാളിൻ്റെ മാത്രമല്ല, എനിക്കൊന്ന് എംപുരാൻ റിലീസ് ചെയ്തതിൻ്റെ ആ ഒരു തിരക്കുകൊണ്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി കാണണം, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇഹിത്തും ഒരു ബിഗ് ബോയ് ഒക്കെ ആയത് കാരണം ക്യാബിൻ ബാഗൊക്കെ കൊണ്ടുപോയിക്കോളാം, തനിയെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു ക്യാബിൻ ബാഗൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങളിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോയി. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. പ്ലീസ് സ്റ്റേ ട്യൂൺ. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.